കോന്നിയിലെ ബ്ലൂ ഹിൽ ട്രാവൽസ് ആണ് ഇത്തരത്തിലൊരു സൗജന്യമായിട്ടുള്ളൊരു യാത്ര ജനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. അതായത് 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കും അതുപോലെ തന്നെ LP സ്കൂളിലെ കുട്ടികൾക്കും ക്യാൻസർ രോഗികൾ, അതായത് ഡയാലിസിസിന് പോകുന്ന പേഷ്യൻറ്റുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചു കൊടുക്കുന്നത്. ഇതിപ്പം എന്താണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? ഞങ്ങളുടെ ഓണറുടെ പേര് ജോബി പി സാം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ നമ്മൾ ബ്ലൂ ഹിൽ സാമുവൽ വർഗീസ് ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. നമ്മൾ അതിലൂടെ എല്ലാ വർഷവും ധാരാളം ധാരാളം ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തി നമ്മളുടെ ഈ ബസ് മേഖലയിലൂടെ നമ്മൾ വ്യാപിപ്പിച്ചു. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ സൗജന്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ മറ്റ് ബസ്സുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ലേ? മറ്റ് അസോസിയേഷൻകാരും ഒക്കെ അസോസിയേഷൻകാരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അവരെന്നെ വിളിച്ചിരുന്നു, അസോസിയേഷൻ്റെ പ്രസിഡന്റ് വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന റൂട്ടാണ്. ഈ റൂട്ടിൽ മറ്റ് ബസ്സുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇല്ല, മറ്റ് ബസ്സുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത റൂട്ടാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വർദ്ധിച്ചു വരുന്ന ചെലവുകൾ ധാരാളമുണ്ട്. ഈ മേഖല നേരിടുന്ന പ്രതിസന്ധിയൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഇതിലേക്ക് പോകുമ്പോൾ അത് പ്രതിസന്ധിയാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും പ്രതിസന്ധിയിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഡീസലിന് തന്നെ 8 രൂപയോളം നമുക്ക് ഡീസൽ വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ നെറ്റ് ബോൾട്ട് മേടിച്ചാൽ അതിൻ്റെ അകത്തൊരു വിലക്കയറ്റം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ സാറിൻ്റെ ഒരു ആവശ്യമാണ്, ഒരു സൗജന്യ യാത്ര കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാമെന്നുള്ള ഒരു ആലോചനയാണ് ഇങ്ങനെ വന്നെത്തിയത്. ടിക്കറ്റ് എടുക്കേണ്ട വന്നില്ല, പറഞ്ഞെടുക്കണ്ടെന്ന് പറഞ്ഞു. പൈസ കൊടുത്തപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 81 വയസ്സുണ്ടെന്ന്. 70 വയസ്സ് മുതലുള്ളവർ ടിക്കറ്റ് എടുക്കണ്ട ഈ വണ്ടിയിലെന്ന് പറഞ്ഞു. മറ്റെന്തെങ്കിലും കാരുണ്യ പ്രവൃത്തി നിങ്ങൾ ഈ ബ്ലൂ ഹിൽസ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ ജോബി സാറിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ആ ഫൗണ്ടേഷൻ്റെ വാർഷികം എല്ലാ വർഷവും ജാനുവരി മാസം നടത്തുന്നുണ്ട്. അതിലൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 100-ലധികം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഫീസ് നമ്മൾ അടച്ചു. അങ്ങനെ 60 വയസ്സിൽ മേളിലുള്ള എങ്ങാണ്ട് 136 പേർക്ക് ഒരു വർഷത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷൻ പോലെ ഒരു വർഷത്തെ പെൻഷൻ ഞങ്ങൾ ഒരുമിച്ച് കൊടുത്തിരുന്നു. അതല്ലാതെ ഈ പ്രാവശ്യം ഒരു 1700 പേർക്ക് കുട്ടികൾക്ക് LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് നോട്ട് ബുക്ക് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. ഏതായാലും അതൊരു വലിയ തീരുമാനം തന്നെയാണ്. ആ തീരുമാനം ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. ജൂൺ 1 തീയതി മുതൽ ബ്ലൂ ഹില്ലിൻ്റെ ഈ കോന്നി ഭാഗത്തോട് ഓടുന്ന ബസ്സുകൾക്കെല്ലാം ഇവർ ഈ പറഞ്ഞ സൗജന്യം ലഭിക്കുന്നതായിരിക്കും. ക്യാമറമാൻ അജീഷിനൊപ്പം ജ്യോതിഷ് ടി മോഹനൻ, ബിഗ് TV ജേർണലിസ്റ്റ്, പത്തനംതിട്ട.